മാത്സ്യൂളിലേക്ക് എല്ലാ NMMS കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് NMMSന്റെ ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ വളരെ അപൂർവമായി റെയറായിട്ട് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. പല കുട്ടികളും ആൻസർ ചെയ്യാതെ വിട്ടുകളഞ്ഞ ചോദ്യങ്ങളാണ് ഇവ. ഈ ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് വളരെ വിശദമായി വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ മടി കാണിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് നേരിട്ടിട്ട് ഈ അപൂർവമായ ഈ ചോദ്യങ്ങളെ പരിചയപ്പെടാം. NMMS പരീക്ഷയ്ക്ക് മിക്ക കുട്ടികൾക്കും ആൻസർ കണ്ടുപിടിക്കാൻ കഴിയാത്ത ചോദ്യങ്ങളാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത്. നോക്കുക, ഒന്നാമത്തെ ചോദ്യം നോക്കുക. ഇവിടെ ഒരു വരിയിൽ ഒരു റോവിൽ 5 നമ്പർ ഉണ്ട്. ഇവിടെ ഒരു താഴോട്ടാണെങ്കിൽ കോളത്തിലാണെങ്കിൽ 4 നമ്പർ ഉണ്ട്. അപ്പോൾ ഈ നമ്പറുകളെ വെച്ചിട്ട് ഇവിടെയുള്ള നമ്പർ കണ്ടുപിടിക്കലായിരുന്നു ചോദ്യം. ഇൻ ദ ഗിവൺ നമ്പർ പാറ്റേൺ ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. ഇതൊരു പ്രത്യേക പാറ്റേണിലാണ് ഇത് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയൊക്കെയാണ് പ്രോബ്ലം ചെയ്യുക? ഇങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറുകൾ, ഈ 4 നമ്പറുകൾ എന്തെങ്കിലും ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്കും, അല്ലെങ്കിൽ ഈ 3 നമ്പറുകൾ ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്കും. ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ കോളത്തിലും റോയിലും വരുന്ന സമയത്ത് നമ്മളുടെ മൈൻഡ് അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്നത്, ഇവിടെ ഇപ്പം 4, 5, 9, 9, 3, 12, 2, 14 കിട്ടുന്നത്. ഇവിടെ 0 കിട്ടുന്നത്. ഇനി 14 കിട്ടി, അതിനെ 14 കുറച്ച് നമുക്ക് 0 കിട്ടി എന്ന് കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് കൂട്ടി നോക്ക്. 7, 3, 10, 14, 18. 18-ന്ന് 21 കുറച്ചാൽ 0 കിട്ടില്ലല്ലോ. 18-ന്ന് 21 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 0 കിട്ടുമോ? ഇല്ല. അപ്പൊ ആ മോഡൽ ശരിയാവുന്നില്ല, കൂട്ടിയാൽ ശരിയാവുന്നില്ല. അപ്പൊ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 4 × 5 20, 20 3 × 2 6. അപ്പോൾ 20ഉം 6ഉം ചെയ്താൽ 0 കിട്ടില്ല. ഇനി 4 × 5 എടുത്തു, 3ഉം 2ഉം കൂട്ടി, എന്നാലും നമുക്ക് 0യിൽ നമുക്ക് എങ്ങനെ എത്താൻ കഴിയില്ല. ഇങ്ങനെ വ്യത്യസ്ത രീതികളിൽ നമ്മൾ ആലോചിച്ചിട്ട് ആ ചെറിയ സമയത്തിനുള്ളിൽ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പലർക്കും ഇതിൻ്റെ ട്രിക്ക് പിടികിട്ടാതെ വന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ കഴിയുന്ന കാര്യം, ഇവിടെ 0 കിട്ടണമല്ലോ. 0 കിട്ടണമെങ്കിൽ ഈ 4 ചെയ്തിട്ട് എന്തുണ്ടാവണം? 0 ഉണ്ടാവണം. ഈ 4 ചെയ്തിട്ട് 0 ഉണ്ടായാൽ 0 എങ്ങനെയാണ് കിട്ടുക? 0 അല്ലാത്ത നമ്പർ, 0 അല്ലാത്ത നമ്പറുകളെ കൊണ്ട് 0 നമുക്ക് എങ്ങനെ കിട്ടുള്ളൂ? ഈ 1-ന്ന് മറ്റേത് സബ്ട്രാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് 0 കിട്ടുള്ളൂ. ഈ 4 നമ്പറുകൾ എന്തെങ്കിലും ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ 0 കിട്ടും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, കുറക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? കുറക്കുമ്പോൾ 2 കുറച്ചിട്ട് 0 കിട്ടണമെങ്കിൽ ആ 2 നമ്പറുകളും ഒരേപോലെ ആയിരിക്കണം. അതായത് ഈ 4 നമ്പറുകളെ നമ്മൾ 2 നമ്പറുകളാക്കി എടുത്തിട്ട് അവയുടെ ഓപ്പറേഷൻ നടത്തിയിട്ട് അവയുടെ ക്രിയ ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂസ് ഈക്വൽ ആയിട്ട് വരണം. നോക്ക്, 4 × 5 20, 3 × 2 6 ഈക്വൽ അല്ല. പിന്നെ നമുക്ക് നോക്കാം, 4, 5, 9, 3, 2, 5 അതും ഈക്വൽ അല്ല. പിന്നെ നോക്കാം, 4, 3, 12, 5, 2, 10 അതും ഈക്വൽ അല്ല. 4, 2, 8, 5ഉം 3ഉം 8 അല്ലേ? 4 × 2 8 ആണ്. 5ഉം 3ഉം കൂട്ടിയാലും എത്ര കിട്ടി? 8 കിട്ടി. അപ്പോൾ 8-ന്ന് 8 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 0 കിട്ടി. ഇത് എല്ലാ സ്ഥലത്തും ശരിയാവണമെന്ന് ഇല്ല. ഒന്നാമത്തേതിന് അങ്ങനെ ഈക്വൽ കിട്ടുന്നത് അങ്ങനെയാണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത് തന്നെ ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തേത് നോക്കാം നമുക്ക്. 7 × 4, ഈ ഒന്നാമത്തെ 4-മത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 7 × 4 നമുക്ക് കിട്ടും 28. ഇനി നോക്ക്, 3ഉം 4ഉം കൂട്ടി നോക്ക്. 3 കൂട്ടണം 4 എത്ര? 7. 28-ന്ന് 7 കുറച്ച് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. കറക്റ്റ് അല്ലേ? അപ്പോൾ ആ പ്രോസസ്സ് 2 ശരിയായി. മൂന്നാമത്തെ നോക്ക്, 6 × 5 നമുക്ക് കിട്ടും 30 എന്ന് കിട്ടും. പിന്നെ 6ഉം 5ഉം കൂട്ടിയാൽ നമുക്ക് 11. 30-ന്ന് 11 പോയി ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇത് നോക്കിക്കഴിഞ്ഞാൽ 6, 5, 30, 6 × 5 30, 4, 4, 8. ഈ 4, 4 കൂട്ടേണ്ടത്, 6, 5 അല്ല കേട്ടോ. 6 × 5 30,
4 4 കൂട്ടിയാൽ 8, 30 8 പോയാൽ എത്ര 22. ഈ മൂന്നാമത്തേന് ശരിയായി. അപ്പോൾ പിന്നെ നോ ഡൗട്ട്. അപ്പോൾ എത്ര 9 5 മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് എത്ര കിട്ടും? നമുക്ക് 45 കിട്ടും. അതിൽ നിന്ന് 6 5 കൂട്ടുക, ആഡ് ചെയ്യുക. 6 5 എത്ര 11. 45 11 പോയാൽ എത്ര 34. 34 എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ ഈ രീതിയിലൊക്കെ ആലോചിക്കേണ്ടത് കൊണ്ടാണ് പല കുട്ടികൾക്കും ഈ ചോദ്യം ആവർഷം ചെയ്യാതെ പോയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും മിക്ക കുട്ടികൾക്കും തെറ്റിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ചോദ്യമായിരുന്നു. എന്താണ്? ഇതിലൊരു പ്രത്യേക പാറ്റേണിലാണ് ഈ നമ്പർ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഓരോ നമ്പറും എഴുതിയിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് എന്താ? ഇവിടെ വരുന്ന നമ്പർ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും? താഴത്തേതിൽ 4 ബോക്സ് ഉണ്ട്, പിന്നത്തിൽ 3 ബോക്സ്, പിന്നത്തിൽ 2 ബോക്സ്, പിന്നെ ഇങ്ങനെ വരുന്ന മറ്റു ചോദ്യങ്ങളുണ്ട്. കുട്ടികൾക്ക് പരിചയമില്ല മറ്റു ചോദ്യങ്ങളുണ്ട്. അതെന്താണ് ഉണ്ടാവുക? അത് സാധാരണ ഉണ്ടാവല് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഇവിടെ കിട്ടാറുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ഇത് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് കൂട്ടുക ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടാറുണ്ട്. വേറൊരു ടൈപ്പിൽ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടാറുണ്ട്. അപ്പൊ ഇത് കൂട്ടിയാലും കുറച്ചാലും ഒന്നും എന്ത് വരുന്നില്ല, ഈ മുകളിലത്തെ നമ്പർ നമുക്ക് കിട്ടുന്നില്ല. നോക്കൂ, 3 8 കൂട്ടിയാലും കിട്ടില്ല, ആഡ് ചെയ്താൽ കിട്ടില്ല, സബ്ട്രാക്ട് ചെയ്താലും കിട്ടില്ല, മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടില്ല. അപ്പൊ ഏത് ചെയ്താലും നമുക്ക് മുകളിലത്തെ നമ്പർ കിട്ടുന്നില്ല. അപ്പൊ ആ വിദ്യ ഇവിടെ നടക്കില്ല. പിന്നെ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴാണ് ഇതും 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 കിട്ടണമെന്നല്ല ഇപ്പൊ പറഞ്ഞത്. 13 3 കൂട്ടിയ 16 ആണ്. അപ്പൊ അത് ഇതാവണം എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രീതി. പക്ഷെ അത് പകരം ഇതും ഇതും കൂട്ടിയിട്ട് അതിൻ്റെ കൂടി ഇതും കൂട്ടി നോക്കിയാൽ അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? 13 3 കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് എത്ര കിട്ടും? 20 എന്ന് കിട്ടും. നോക്ക്, 3 8 എത്രയാണ്? 11. അതിൻ്റെ കൂടെ 9 കൂട്ടി നോക്ക്. 3 8 9 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 3 8 11 9 20, അതും 20. 8 9 17, അതിൻ്റെ കൂടെ 3 കൂട്ടി നോക്ക്, അതും നമുക്ക് 20 തന്നെ കിട്ടും. അപ്പോൾ ഒരു ബന്ധം നമുക്ക് കിട്ടി. ആ ബന്ധം മുകളിലത്തിൽ ശരിയാവുന്നുണ്ട് നോക്കാം നമുക്ക്. 4 9 13, അതിൻ്റെ കൂടെ മുകളിലുള്ളത് കൂട്ടി 20. 9 3 കൂട്ടി 12, 12ന്റെ പിന്നെ 8 കൂട്ടി അതും 20. അങ്ങനെയാണെങ്കിൽ ഈ മുകളിലുള്ള 2ന്റെ കൂടെ ഏറ്റവും മുകളിലത്തെ കൂട്ടിയാലും 20 കിട്ടണം. അപ്പൊ 7 8 എത്ര കിട്ടും? നോക്ക്, 7 + 8 എത്ര കിട്ടും? 15. അപ്പൊ 15ന്റെ പിന്നെ എത്ര കൂട്ടിയാലാണ് 20 കിട്ടുക? 5 കൂട്ടിയാൽ 20 കിട്ടും. അപ്പൊ 5 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഓപ്ഷനിൽ നമുക്ക് 5 എന്ന് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ 2 ചോദ്യവും ഇപ്പം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. പുതിയ ചോദ്യങ്ങൾ വരുമ്പം നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻ പരിചയപ്പെടുക എന്നതാണ് ഇതിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും ഉത്തരം കണ്ടുപിടിക്കാൻ വളരെ പ്രയാസം അനുഭവിച്ച ഒരു ചോദ്യമായിരുന്നത്. പലർക്കും ഇതിൻ്റെ ഉത്തരം പരീക്ഷാ ഹാളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം പ്രത്യേകിച്ച് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എവിടെയും അതുവരെ കുട്ടി പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസിൽ വരുന്നത് നമ്പറിന് പകരം എന്താണ് വരുന്നത്? ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ആകെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഡയറക്ഷൻ എന്താ? ദ ലെറ്റർ ഇൻ ദ ബോക്സസ് ഫോളോ എ പാറ്റേൺ, ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് ലെറ്റേഴ്സ് എന്നാണ്. അതായത് ഇതിലത്തെ നമ്പറുകൾ എന്തോ ഒരു പ്രത്യേക രീതിയിലാണ് പോകുന്നത്, പ്രത്യേക ഓർഡറിലാണ് പോകുന്നത് എങ്കിൽ മിസ്സിംഗ് ലെറ്റേഴ്സ് ഇവിടെ വരുന്ന 4 ലെറ്റേഴ്സ്, 4 ബോക്സ് ഉണ്ടല്ലോ, 4 ലെറ്റേഴ്സ് ഏതാണെന്ന് അത് അറിയണ്ട. ഇവിടെ നിങ്ങൾക്ക് 4 ലെറ്റേഴ്സിലെ ഓരോരോ ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു നേരത്തെ പരിചയമില്ലാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ആലോചിച്ച് മനസ്സിലാക്കി എടുക്കേണ്ടത്. എന്തോ ഒരു പാറ്റേൺ ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ആ പാറ്റേൺ? ഓരോന്നിൽ പോകുന്ന ലെറ്റേഴ്സിന്റെ ക്രമങ്ങളായിരിക്കണം പാറ്റേൺ എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്. CFJKXC അല്ലേ, ഇത് മാതിരി വരുന്നുണ്ട്. ഈ നമ്പർ തന്നെ രണ്ടാമത്തേലും വരുന്നുണ്ട്. ഈ മുകളിൽ പറഞ്ഞ നമ്പർ തന്നെ രണ്ടാമത്തേലും വരുന്നുണ്ട്. C ഇവിടെയുണ്ട്, X ഉണ്ട്, പിന്നെ K ഉണ്ട്, J ഉണ്ട്, F ഉണ്ട്. അപ്പം മുകളിൽ പറഞ്ഞ നമ്പർ തന്നെ താഴെ വരുന്നുണ്ട്. പക്ഷെ അതെന്തോ ഒരു പ്രത്യേക ഓർഡറിലാണ് പോകുന്നുണ്ടാവുക. എന്താണ് ആ ഓർഡർ? നമുക്ക് JKX ഉണ്ട്. താഴത്തിൽ നോക്കിയാൽ XKJ ആണ് വരുന്നത്. മൂന്നാമത്തേത് നോക്കിയാൽ JKX ആണ്. നോക്ക്, JKX, XKJ, പിന്നെ JKX.
എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഈ ഒന്നാമത് വരുന്നതിൻ്റെ ഈ ഓർഡർ തന്നെ രണ്ടാമത്തേൽ വരുന്നില്ല, മൂന്നാമത്തതിലും വരുന്നുണ്ട്. നോക്ക്, ഇനി മൂന്നാമത്തെ അല്ലേ, 1 2 മൂന്നാമത്തതാണിത്. ഇനി 3 കഴിഞ്ഞിട്ട് അഞ്ചാമത്തിൽ നോക്ക്, JKX. ഓക്കെ, മറ്റേതിൽ എങ്ങനെയാ? ഈ രണ്ടാമത്തിൽ എങ്ങനെയാ? KJF. നാലാമത്തിൽ എങ്ങനെയാ? KJF. അപ്പോൾ എന്താണ് പാറ്റേൺ? ഒന്നാമത്തെ വരിയിലും മൂന്നാമത്തെ വരിയിലും നമ്പർ പോകുന്നത് ഒരേ ക്രമത്തിലാണ്. രണ്ടാമത്തേതിലും നാലാമത്തേതിലും പോകുന്നത് ഒരേ ക്രമത്തിലാണ്. ഒന്നിടവിട്ട റോസിൽ, അതായത് ഓൾട്ടർനേറ്റ് വരുന്ന റോസിൽ ഒരേ ഓർഡറാണ്. ഒന്നിടവിട്ട വരികളിൽ വരുന്നത് ഒരേ ഓർഡർ ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, JKX ഉണ്ട് മൂന്നാമത്തേതിൽ, ഒന്നാമത്തേലോ JKXC ഉണ്ട്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഏതായിരിക്കും? C ആയിരിക്കും വരേണ്ടത്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ 4 ബോക്സ് ഞാനൊന്ന് വരക്കാം. ആ വരച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൽ വരുന്ന ഇവിടെയല്ലേ JKX എന്നല്ലേ പറഞ്ഞത്, ഇവിടെ വരുന്നത് എന്താണ്? C ആണ് ഇവിടെ വരുന്നത്. നോക്ക്, ഇവിടെ C വരുന്ന ഓപ്ഷൻ നോക്കിയാൽ ഒന്നാമത്തേൽ C ഇല്ല, ഈ മൂന്നാമത്തേലും C ഇല്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നോക്കണ്ട, ഇതോ എന്ന് നോക്കിയാൽ മതി. ഇവിടെയും C ഉണ്ട്, ഇവിടെയും C ഉണ്ട്. ഓക്കെ, ഇവിടെ C ഉണ്ട്. പിന്നെ ഇവിടുത്തെ നമ്പർ നമുക്കറിയില്ല. ഇപ്പം ഇവിടെ കിട്ടുന്ന നമ്പർ ഏതാ? ഇവിടെ ഞാൻ എഴുതിയേക്കാം. ഇവിടെ എന്ത് എഴുതി വെക്കാം? JKXC ഉണ്ട് ഇവിടെ. നോക്ക്, C ഉണ്ട് ഇവിടെ. നോക്ക്, ഇത് നോക്ക്, ഒന്നാമത്തെയും മൂന്നാമത്തെയും ഒരേ ഓർഡറിലല്ലേ പറഞ്ഞേ. ഇവിടെ ജെക്ക് മുമ്പ് എന്താണ് വരുന്നത്? ജെക്ക് മുമ്പ് വരുന്നത് എന്താ? F. അപ്പോൾ അതേ ഓർഡറിലാണല്ലോ ഇതിലത്തെ നമ്പറും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ജെക്ക് മുമ്പ് ഏത് വരും? F വരും. ഓക്കെ, ജെക്ക് മുമ്പിൽ വരുന്നത് F. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും? F. അപ്പോൾ Cയും Fഉം വരുന്ന ആൻസർ നോക്കിയാൽ മതി. ഇവിടെയും Cയും F ഉണ്ട്, ഇവിടെയും Cയും F ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് രക്ഷയില്ല, ഏതാണെന്ന് കണ്ടുപിടിക്കാൻ രക്ഷയില്ല. ഇനി നോക്ക്, ഈ നമ്പറും ഈ രണ്ടാമത്തെ വരിയും നാലാമത്തെ വരിയും ഒരേ ഓർഡറിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ KJF ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ എന്തുണ്ട്? KJF ഉണ്ട്. അപ്പൊ കേക്ക് മുമ്പിൽ എന്ത് വരുന്നുണ്ട്? കേക്ക് മുമ്പിൽ വരുന്നത് X ആണ് വരുന്നത്. അപ്പൊ ഈ K ഇവിടെ ഉണ്ട്, ഈ Kയുടെ മുമ്പിൽ, ഈ കേക്ക് മുമ്പിലും X വരും, ഇവിടെ വരുന്ന Kയുടെ മുമ്പിലും എന്ത് വരും? X വരും. അപ്പൊ Kയുടെ എത്രാമത്തെ വരിയിൽ? നാലാമത്തെ വരിയിലാന്ന് ഓർമ്മിക്കണേ. നാലാമത്തെ വരിയിൽ കേക്ക് മുമ്പിൽ വരുന്നത് എന്താണ്? X ആണ്. അപ്പൊ കേക്ക് മുമ്പിൽ വരുന്നത് X വരും. അപ്പോൾ ഇവിടെ X ഉണ്ട്, അപ്പോൾ ഇവിടെ K ആണുള്ളത്. അപ്പോൾ ആൻസർ നമുക്ക് അതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ആര് വരും? ഈ ഓപ്ഷൻ 2 ആണ് അതിൻ്റെ ആൻസർ. ഇനി C വരുന്നത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്താ? KJF കഴിഞ്ഞിട്ട് ആരാണ് വരുന്നത്? നോക്ക്, മൂന്നാമത്തേത് ഇതാ KJF കഴിഞ്ഞാൽ ഈ നാലാമത്തെ വരിനെ പോലെ വരുന്നതാണ് എത്രാമത്തെ വരി? ആറാമത്തെ വരി. നാലാമത്തെ വരിനെ പോലെ വരുന്നതാണ് ആറാമത്തെ വരി. KJF കഴിഞ്ഞിട്ട് ഇവിടെ എന്താ വരിക? നോക്ക്, KJF കഴിഞ്ഞിട്ട് എന്താ വരിക? C ആണ് വരിക. അപ്പൊ KJF കഴിഞ്ഞിട്ട് എന്ത് വരും? C വരും. അപ്പൊ ഇവിടെ C വരും. അതിന്റെ ആവശ്യം നമുക്കില്ല. ഈ വ്യത്യാസമുള്ളത് ഇവിടെ എന്താണ്? ഇവിടെ Xഉം ഇവിടെ Kയും ആണുള്ളത്. K ഒരിക്കലും വരില്ല. അപ്പോൾ ആൻസർ വരുന്നത് ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, ഈ ചോദ്യമാണ് പല കുട്ടികൾക്കും ചെയ്യാൻ കഴിയാതെ പോയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. വ്യത്യസ്ത റെയർ ക്വസ്റ്റ്യൻസ് ഇൻ NMMS എക്സാം ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇത് പരിചയപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ഇന്റലിജന്റ് പവർ കൂടുന്നതിനും കൂടുതൽ ചോദ്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ളൊരു പ്രേരണ നിങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതുന്നു. നമുക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.